ഉദാത്തമായ ആധ്യാത്മിക ഭാവത്തിലേക്ക് അവരെ ഉയർത്തുന്ന മഹോത്സവമായി പുന്നാട് ഗ്രാമോത്സവം മാറി. പോയ കാലത്തിന്റെ പേക്കിനാവുകൾ അവരെ അലട്ടുന്നതേയില്ല. അവർക്കവിടെ നെയ്തുകൂട്ടുവാനുണ്ടായിരുന്നത് വരും കാലത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. ഭാരതം വൈഭവപദത്തിലെത്തുക ഗ്രാമങ്ങളുടെ വൈഭവത്തിലൂടെയാണെന്ന ലളിതമായ സംഘസിദ്ധാന്തം സാക്ഷാത്കരിക്കപ്പെടുമെന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കകളില്ല. അവർക്കതിന് നിരന്തര പ്രേരണയേകുന്ന സംഘാദർശമുണ്ട്. അഖണ്ഡമായി നടക്കുന്ന ശാഖയെന്ന ഉഗ്ര തപസ്സുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ആദർശത്തിന്റെയും തപസ്സിന്റെയും ജ്വലിക്കുന്ന പ്രതീകം പോലെ കർമ്മധീരനായ അശ്വനി കുമാർ, തിരശീലയ്ക്ക് പിന്നിലെ സൂത്രധാരനായും അവശ്യഘട്ടത്തിൽ മുന്നിലെത്തി നയിക്കുന്ന പടനായകനായും അശ്വനി ജീവിച്ചു. പുന്നാട് ഗ്രാമത്തിൽ 4 വർഷങ്ങളായി നടന്നുവരുന്ന ഗീതാ പഠന കേന്ദ്രം ഉദാത്തമായൊരു ദർശനവും മഹത്തരമായൊരു മാതൃകയുമില്ലാതെ ഒരാൾക്കും മുന്നേറാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നുടലെടുത്തതാണ് ഈ സ്വാധ്യായ കേന്ദ്രം. പ്രണയിനിയാകിയ ദേവി വാണിദാനും ഗുണനിധി ഗുരുനാഥനും സദാമേ തുണയരുളിയിടുക കാവ്യബന്ധനാർത്ഥം. ഗൂഢം ഭവാൻ എന്നെ വഹിക്ക വേണം, മൂഢൻ ഗ്രഹിക്കാതെ ഗമിക്ക വേണം. എന്നെ ഭവാൻ നന്ദഗൃഹേ കിടത്തി കന്യാവിനെ കൊണ്ടിഹ പോന്നുകൊള്ളുക. എനിക്കു കേൾപ്പിക്കരുതോ രഹസ്യം, തനിക്കു കേൾപ്പിക്കരുതായില്ല. വളരുന്ന തലമുറയിൽ ഗീതാദർശനവും ശ്രീകൃഷ്ണ മാതൃകയും ഉറപ്പിക്കുവാനുള്ള ഈ സംരംഭവും ഗ്രാമോത്സവം എന്നതുപോലെ അശ്വനിയുടെ തെളിവാർന്ന ചിന്തയുടെ സൃഷ്ടിയായിരുന്നു. ഗീതാമന്ത്രങ്ങൾ ഹൃദിസ്ഥമാക്കുന്നതിനോടൊപ്പം പ്രായോഗിക ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളെയും നേർവഴിക്ക് നയിക്കുന്ന മാർഗദീപങ്ങളായും അവർ സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, ആർക്കും ദുഃഖം വരാതിരിക്കട്ടെ, എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യമുണ്ടാവട്ടെ, സർവത്ര മംഗളം ഭവിക്കട്ടെ. പാശ്ചാത്യവൽക്കരണമാണ് പുരോഗമനമെന്ന് ധരിച്ചു വശായിട്ടുള്ള ഇന്നത്തെ തലമുറയ്ക്കിടയിൽ ഈ കുഞ്ഞുങ്ങൾ വേറിട്ട് നിൽക്കുന്നു. തെളിഞ്ഞ ഈ മുഖങ്ങളിൽ ഉദിച്ചു നിൽക്കുന്നത് ഗീതാ ചൈതന്യമാണ്. യഥാർത്ഥ ഭാരതീയരായി ആർഷവചനങ്ങളെ ജീവിതത്തിൽ മാതൃകയാക്കി അവർ വളരുകയാണ്. പുന്നാടിന്റെ ഈ മഹനീയ ഉദാഹരണത്തെ പിന്തുടരുകയാണ് സമീപ ഗ്രാമങ്ങളും. കോലാഹലങ്ങളില്ലാതെ, മുദ്രാവാക്യങ്ങളുടെ ആക്രോശങ്ങളില്ലാതെ ഒരു നിശബ്ദ വിപ്ലവം അരങ്ങേറുകയാണ്. ഇവിടെയെല്ലാം സൗമ്യവും ദീപ്തവുമായ ആ സാന്നിധ്യം, അതെ, അശ്വിനി എന്ന ആ യുവയോഗിയുടെ ആത്മീയ നേതൃത്വം പ്രേരണയുടെ പ്രകാശ ഗോപുരമായി നിലകൊണ്ടു. പ്രായഭേദം കൂടാതെ എല്ലാ വിഭാഗക്കാരിലേക്കും ഭഗവത്ഗീത ഒരാവേശമായി പടരുകയായി. പൈതൃകത്തെ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാനുള്ള അശ്വിനിയുടെ പരിശ്രമത്തിന്റെ മറ്റൊരു മേഖല ടിപ്പുവിന്റെ പടയോട്ടങ്ങളെ അതിജീവിച്ച മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ പുന്നാട് ചെലപ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഗ്രാമക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആധ്യാത്മിക നവോത്ഥാനമേ വൈഭവത്തിന് സ്ഥിരത നൽകൂ എന്നതായിരുന്നു അശ്വനിയുടെ ഉത്തമമായ ബോധ്യം. അശ്വനി നേതൃത്വം കൊടുക്കുന്ന ക്ഷേത്രോദ്ധാരണ പ്രവർത്തനങ്ങൾ സമീപ ഗ്രാമങ്ങൾക്കും മാതൃകയായി. വികേന്ദ്രീകരണത്തിന്റെ മഹത്തായ ആശയം പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടപ്പോൾ പ്രത്യയ